ശാന്തി. വെള്ളം ചാർജ് ചെയ്ത് കുടിക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ട സമയത്ത് വെള്ളം ചാർജ് ചെയ്ത് കുടിച്ചാൽ എങ്ങനെ മനസ്സിനെ ശാന്താക്കാം, അതിന് വേണ്ടിയുള്ളതായിരിക്കുന്ന തോട്ട് ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെയാണ് എന്ന് പലരും ചോദിച്ചിരുന്നു. എത്ര ശ്രമിച്ചിട്ടും മനസ്സിനെ ശാന്താക്കാൻ പറ്റുന്നില്ല, അതിനെ സഹായിക്കുന്ന എന്തെങ്കിലും ചെയ്ത് തരാൻ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ പേരും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിന്ന് ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്താൽ മനസ്സ് ശാന്തമാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇത് ഞാൻ പറയുകയാണ്, നോർമലി നേരത്തെ നമ്മൾ പ്രോഗ്രാമിന് പറഞ്ഞ പോലെ തന്നെ വെള്ളം എടുത്ത് ജപിച്ചു തരുമ്പോൾ അസുഖം മാറുന്ന പോലെ, വെള്ളം ഭഗവാന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് തീർത്ഥം എന്ന് പറഞ്ഞ് കഴിക്കും പോലെ നിങ്ങൾ നിങ്ങളുടെ വെള്ളത്തെ തീർത്ഥാക്കി കഴിക്കണം. അതാണ് അത്യാവശ്യം. പക്ഷേ മനസ്സിലെ ഭയം മാറാൻ, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി മാറ്റാൻ, മനസ്സിനെ ശക്തമാക്കാനൊക്കെ ഏത് ടൈപ്പ് എഫർമേഷൻ അഥവാ തോട്ട്സാണ് ആ സമയത്ത് ഉപയോഗിക്കേണ്ടത് ഇതാ പറഞ്ഞിരുന്നത്. ഇത് പറയുമ്പോൾ ആദ്യം പറയുകയാണ്, ഒരു തോട്ട് എന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു? എൻ്റെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ, അശാന്താണെങ്കിൽ, എനിക്ക് യാതൊരു രീതിയിലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പറന്ന് നടക്കുകയാണെങ്കിൽ ആ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് തോട്ടാണ് വേണ്ടത്? നമ്മൾ എന്താ ആവശ്യപ്പെടുക? എൻ്റെ മനസ്സ് കുറച്ചൊന്ന് ശാന്തമാവണം. ഞാൻ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് പറഞ്ഞുതരാൻ കാരണം, ഒരു ടെക്നിക്ക് പറഞ്ഞു തരുമ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഏത് തോട്ടാണ് ഉപയോഗിക്കേണ്ടത്, ഈ ഒരു കാര്യത്തിന് വേണ്ടി ഏത് വേർഡ്സാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന എല്ലാവർക്കും വേണ്ടി വേർഡ്സ് എങ്ങനെ കണ്ടെത്തണം എന്നതായിരിക്കുന്ന ടെക്നിക്ക് കൂടിയാണെന്ന് പറഞ്ഞിരുന്നത്. എനിക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചോദിക്കുക, എനിക്ക് മനസ്സൊന്ന് ശാന്തമാവണം, അതിനെന്താ ചെയ്യേണ്ടത്? മീൻസ് നിങ്ങൾക്ക് വേണ്ടത് ശാന്തിയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഭൂമിയിലേക്ക് നമ്മളെല്ലാം വന്നപ്പോൾ, ആ പരമപിതാവായ ഭഗവാന്റെ അടുത്തുനിന്ന് ഈ സൃഷ്ടിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് കാമായിരുന്നു, ക്ലീൻ ആയിരുന്നു. ആ മനസ്സിനുള്ള ശാന്തിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതിലേക്ക് അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യം ഈ ഭൂമിയിൽ ഇടയിൽ വന്ന് നമ്മൾ സ്വന്തമാക്കിയ പലതിനെയും അല്ലാത്തതിനെയൊക്കെ ഉണ്ട് എന്നും ഇല്ലാത്തതൊക്കെ ഉള്ളതാണെന്നും സ്വന്തമല്ലാത്തതൊക്കെ എൻ്റെ സ്വന്തമെന്നും ശരിയല്ലാത്തതൊക്കെ ശരിയെന്നും വിചാരിച്ചിരുന്നിട്ടാണ് ഇന്ന് മനസ്സ് ഭാരം തൂങ്ങിയ, ഭാരം നിറഞ്ഞ, അസ്വസ്ഥമായ മനസ്സായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി ആദ്യം തിരിച്ചറിയുക, ഇതൊന്നും നമുക്ക് ശാശ്വതമായതല്ല. ഏതൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ സ്വന്തം എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്നത് അത് നമ്മുടെ സ്വന്തം അല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, ഈ ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പം നിങ്ങളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കെ ഈ ആത്മ ഇതിനുള്ളിൽ നിന്ന് പറന്ന് പോവുകയാണെങ്കിൽ പിന്നെ ഈ കാണുന്ന ഒരു രൂപമുണ്ടല്ലോ, ഇത് ഇവിടെ അങ്ങ് മറിഞ്ഞു വീണേക്കും. ഇവിടെ നിന്നെടുത്ത് അങ്ങോട്ടെടുത്ത് നീക്കി വെക്കാൻ പോലും എന്നെക്കൊണ്ട് സാധ്യമല്ല, അതിന് വേറെ ആരെങ്കിലും വേണം. ഇതെൻ്റെ അല്ല. ഈ നിമിഷം ഈശ്വരൻ വിളിക്കുക, മോളെ ഇങ്ങോട്ട് പോരേ പറഞ്ഞാൽ യെസ്, ഗുഡ് ബൈ, ഫിനിഷ്. പിന്നെയാണോ ഇതിനെ ചുറ്റിപ്പറ്റിയൊക്കെ എൻ്റെന്ന് വിചാരിച്ചിരിക്കുന്നത് നമ്മൾ? ആദ്യം അതുകൊണ്ട് ബോധ്യപ്പെടുക, ഇതൊന്നും എൻ്റെ അല്ല. പിന്നെ എന്താണ് എൻ്റേതായത്? ഏതൊന്നാണോ സദാകാലം എൻ്റെ കൂടെയുള്ളത് അത് എൻ്റെയാണ്. ഈ ജന്മത്തിൽ ഞാൻ വരും മുന്നും ഇനിയൊരു ജന്മത്തിലേക്ക് ഞാൻ പോവുകയാണെങ്കിലും എത്ര ജന്മങ്ങൾ ഞാൻ എടുത്താലും ഏത് ഭാഗത്തേക്ക് ഞാൻ പോയാലും അവിടെയൊക്കെ തന്നെ എൻ്റെ താങ്ങായി, തണലായി, എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ, എൻ്റെ കൂടെ നിൽക്കാൻ, എന്നെ ശ്രദ്ധിക്കാൻ, എന്നെ കെയർ ചെയ്യാൻ എൻ്റെ കൂടെയുള്ള, നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുള്ള ആ പരമമായിരിക്കുന്ന ശക്തിയാണ് ഭഗവാൻ. ആ ഭഗവാൻ ശാന്തിയുടെ സാഗരാണ്. ആ ഭഗവാന്റെ ക്രിയേഷനായ നമ്മൾ ഓരോരുത്തരും ശാന്തിയുടെ സ്വരൂപങ്ങളാണ്. യെസ്, അതാണ് നമ്മൾ. എനിക്ക് ശാന്തി വേണമെന്നല്ല, ഞാൻ ആ ശാന്തസ്വരൂപമാണ്. അതുകൊണ്ട് ആ തോട്ട് ക്രിയേറ്റ് ചെയ്യൂ. കുറച്ച് വെള്ളം കയ്യിലെടുക്കൂ, ഞാൻ ശാന്തസ്വരൂപാത്മാ. അത് പറയുമ്പോൾ ഒരു ചെറിയ നക്ഷത്രം ഭ്രൂമധ്യത്തിൽ പ്രകാശിക്കുന്നതായിട്ടും ഇളം നീല പ്രകാശത്തിൽ നിന്ന് ഈ വെള്ളത്തിൽ മുഴുവൻ നിറഞ്ഞ്, നമ്മൾ ശുദ്ധജലം കാണിക്കുമ്പോൾ നീല നിറം കാണിക്കാറില്ലേ, അതേപോലെ ആ വെള്ളത്തിൽ മുഴുവൻ അങ്ങനെ നിറഞ്ഞ് ഇളം നീല പ്രകാശം നിറഞ്ഞ ആ പ്രകാശത്തിൻ്റെ സ്രോതസ് പോലുള്ള വെള്ളം, കഴിയുമെങ്കിൽ 108 തവണ ആ വെള്ളം എടുത്ത് ഞാൻ ശാന്തസ്വരൂപാത്മാ, ഞാൻ ശാന്തസ്വരൂപാത്മാ, ഇതേപോലെ വിത്ത് ഫീൽ ആ തോട്ട്സ് പറഞ്ഞിട്ട് ആ വെള്ളം കുടിച്ചാൽ വിത്തിൻ 5 minutes നിങ്ങളുടെ മനസ്സ് ശാന്താവും. ഭയമാണെങ്കിൽ ആ വെള്ളത്തിൽ ഞാൻ നിർഭയനാണ്, ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, ഞാൻ നിർഭയനാണ്, ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, ഈ രീതിയിൽ തോട്ട് ക്രിയേറ്റ് ചെയ്ത് വെള്ളം കുടിച്ചാൽ പേടി അവിടെ നിന്ന് അപ്രത്യക്ഷമാവും. എന്ത് നിങ്ങൾക്ക് വേണോ ആ തോട്ട് ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കുന്നൊരു കുട്ടിയാണ്, എനിക്ക് നല്ലൊരു മാർക്ക് വേണം, ഞാൻ എങ്ങനെയാണ് ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടി ചെയ്യേണ്ടത്? ഞാൻ വളരെ ബുദ്ധിമാനാണ്, ഞാൻ വളരെ ബുദ്ധിമാനാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യത്തിന് 2-3 വാക്കുകൾ ചുരുങ്ങുന്ന, അല്ലെങ്കിൽ 4-5 വാക്കുകൾ ചുരുങ്ങുന്ന ഒരു വരിയാക്കുക, അതിനെ ഒരു 108 വട്ടം ആവർത്തിക്കുക. എന്തുകൊണ്ട് ഞാൻ 108 വട്ടം എന്ന് പറയണമെന്ന് അറിയോ? 108 വട്ടം നിങ്ങൾ വിത്ത് ഫീൽ പറയുമ്പോഴത്തേക്കും ഒരു എനർജി നമ്മളുള്ളിൽ നിന്ന് പ്രവഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത് വെള്ളത്തിൽ ഓരോ സെല്ലുകളിലും പോയി നിറയും. അത് പിന്നെ വെറും വെള്ളമല്ല,
അത് മാജിക് വാട്ടറാണ്. ആ വെള്ളം നിങ്ങൾ കുടിക്കൂ, മനസ്സ് ശാന്താവും, മനസ്സിലെ ഭയമില്ലാതാവും, പഠിക്കാനുള്ള കോൺഫിഡൻസ് കൂടും. ഇങ്ങനെ നമ്മുടെ എല്ലാവരെയും വീട്ടിലുള്ള ഈ അമൃതം, ഈ ഗംഗ നിങ്ങൾ ചാർജ് ചെയ്താൽ അത് പുണ്യഗംഗയായി. അതിന് നിങ്ങൾ പാനം ചെയ്യൂ, നിങ്ങളുടെ ഭയത്തെ ഇല്ലാതാക്കൂ, ശാന്തമാവൂ, മനസ്സിനെ ക്ലീൻ ചെയ്യൂ. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.